നമസ്കാരം. പാലക്കാട് പുതുനഗരത്ത് ഒരു മുസ്ലിം ഫ്രണ്ട്ലി ജിമ്മ് വരാൻ പോകുന്നു. നേരത്തെ അവിടെ ഒരു ജിമ്മ് പ്രവർത്തിച്ചിരുന്നു. ആ ജിമ്മിനെ മുസ്ലിം ഫ്രണ്ട്ലി ആക്കാൻ അതിന്റെ ഉടമസ്ഥൻ തീരുമാനിച്ചു. അത്തരത്തിലൊരു വീഡിയോ ഇൻസ്റ്റയിൽ അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ആ സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു വീഡിയോ നവാസ് എന്ന് പറയുന്ന ജിമ്മിന്റെ ഉടമസ്ഥൻ പങ്കുവച്ചത്. എന്തായാലും ആ വീഡിയോ പങ്കുവച്ചത് വലിയ പ്രശ്നമായി. സമൂഹ മാധ്യമങ്ങളിൽ ഈ ജിമ്മിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടായി. ചൂടേറിയ തർക്കങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഈ ജിമ്മിന്റെ ഉടമസ്ഥൻ വിശദീകരണവുമായി രംഗത്തെത്തി. അതായത് മുസ്ലിം ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മല്ല, അവിടെ ആർക്ക് വേണമെങ്കിലും വരാം. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ശരീരം പൂർണ്ണമായും മറച്ചുകൊണ്ട് അവിടെ വരാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. മറ്റു പുരുഷന്മാരൊക്കെ ഇടകലർന്ന് വ്യായാമം ചെയ്യുന്ന പരിപാടിയും അവിടെ ഉണ്ടാകില്ല. അങ്ങനെ മുസ്ലിം സ്ത്രീകൾക്ക് കൂടെ വരാം, അവർക്കും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല, പൊതുവെ സ്ത്രീകൾ, കുറച്ചാളുകൾ മാത്രമാണ് മാറി ചിന്തിക്കുന്നത്. പൊതുവെ സ്ത്രീകൾ പുരുഷന്മാരുള്ള സ്ഥലത്ത് അവരങ്ങനെ വന്ന് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കൊന്നും അവരങ്ങനെ വരാറില്ല. അത് പൊതുവെ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. അത്തരക്കാർക്കൊക്കെ വരാം, അതല്ലാത്ത ആളുകൾക്കും വരാം. മുസ്ലിം സ്ത്രീകൾ ഈ ഒരു കാരണം കൊണ്ട് വരാതിരിക്കേണ്ട എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ വിശദീകരണം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴും അത് വിവാദമാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി, കത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല. ആരൊക്കെയാണ് ഇത് പറയുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ആർക്കാണ് വലിയ വിഷമം ഉണ്ടായിട്ടുള്ളത് എന്നതൊക്കെ നമുക്കറിയാം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. കൃത്യമായി വിശദീകരണം കൊടുത്തിട്ടും ആ ചർച്ചകൾ ആവശ്യമില്ലാത്ത വഴികളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ മതം കലർത്താമോ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഇവിടെ മുസ്ലിം മതവിഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം 27%. 30% എന്നും പറയുന്നുണ്ട്. ഈ 30% വരുന്ന ആളുകൾ അവരവരുടെ മതവുമായി ബന്ധപ്പെട്ട്, അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്താൽ പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാണ്. മറ്റുള്ള ആളുകൾക്ക് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല, എന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ വെറും 1.7% മാത്രമുള്ള ഒരു വിഭാഗമാണ് ഇവിടുത്തെ ബ്രാഹ്മണന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി അവരുടെ മതവുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ അവർ നൽകാറുണ്ട്. ബ്രാഹ്മിൺസ് ഹോട്ടൽ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അവരൊരു സ്ഥാപനം തുടങ്ങിയാൽ, ഒരു ഹോട്ടൽ തുടങ്ങിയാൽ പലപ്പോഴും അവർ ബ്രാഹ്മിൺസ് ഹോട്ടൽ എന്ന് പേരിടാറുണ്ട്. ആർക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇവിടെ നായർ ഹോട്ടൽ എന്ന ബോർഡുള്ള ചില ഹോട്ടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നായർ എന്ന് പറയുന്ന വിഭാഗം ഇവിടെ വെറും 15%. ഈ 15% വരുന്ന ആളുകളാണ് അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട പേരിട്ടുകൊണ്ട് ഇവിടെ സ്ഥാപനം നടത്തുന്നത്. മുസ്ലിങ്ങൾ ഇവിടെ മുസ്ലിം ഹോട്ടൽ എന്നൊന്നും എവിടെയും പേര് കൊടുക്കാറില്ല. ഹലാൽ ഫുഡ് എന്ന സ്റ്റിക്കർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരുകളൊക്കെ ബോർഡിൽ കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിങ്ങളൊക്കെ കൂടുതൽ ഈ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ആ പേര് ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ്, BJP ഭരിക്കുന്ന കേന്ദ്രം, അവർ പോലും ഇപ്പോൾ ഒമാന് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം ഫ്രണ്ട്ലി ജിമ്മാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചില ആളുകൾ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ തള്ളിക്കളയണം, പുച്ഛത്തോടു കൂടി തള്ളിക്കളയണം. ഇവർക്കൊന്നും വേറെ പണിയില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ഏവരും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.